ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. സേമിയയും റവയും കൂടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ രണ്ടും കുറച്ച് ബാക്കിയൊക്കെ വരില്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ ഗ്ലാസ്സിൽ റവയും 1 ഗ്ലാസ് സേമിയ വേണം കേട്ടോ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില കേട്ടോ. പിന്നെ ഒരു പാത്രത്തിൽ നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ച് വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 7 ഗ്ലാസ് വെള്ളം, അത് നമ്മൾ റവയൊക്കെ അളന്നില്ലേ, ആ ഗ്ലാസ്സിൽ തന്നെ ഒരു 7 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഞാനൊരു 7 ഗ്ലാസ് വെള്ളം പാത്രത്തിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഈ അടുപ്പത്ത് ചീഞ്ചട്ടി വയ്ക്കാം. ആ വെള്ളം തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സെർവിങ് സ്പൂണിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ. അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ 1 സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് 1 സ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. കടുക് ഒന്ന് നന്നായി പൊട്ടട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കാം. ഇഞ്ചിയും പച്ചമുളകിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് മൂത്ത് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് വെള്ളം തിളച്ചിരുന്നു, അത് നമ്മൾ ചീഞ്ചട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അപ്പം തന്നെ ചേർക്കുക കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്നാവും. അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ചു തുടങ്ങി. അതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. ഉപ്പൊന്ന് കുറച്ച് മുമ്പിലേക്ക് നിൽക്കണം, അപ്പോഴേ സ്വാദം ഉണ്ടാവുള്ളൂ. ആദ്യം നമുക്ക് സേമിയാണ് ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ സേമിയ ഇട്ട് കൊടുത്ത് ഒപ്പം ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ സേമിയ ഇട്ട് കൊടുത്തു. സേമിയ നന്നായി റോസ്റ്റ് ചെയ്താണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റവ് ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വയ്ക്കാം. അപ്പോൾ സേമിയ വെന്ത് കാണും. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റായി. ഇപ്പോൾ ഇളക്കിയിട്ട് നമുക്കൊന്ന് സോഫ്റ്റായോ നോക്കാം. കണ്ടില്ലേ, നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് സേമിയ. സേമിയ നല്ലോണം റോസ്റ്റ് ചെയ്തതാണ്. അതുപോലെ റവ നല്ലോണം വറുത്തതാണ്. അപ്പോൾ വറുത്ത സേമിയയിലും റവയിലാണ് ഉപ്മാവ് നന്നായിരിക്കുക. ഇനി നമുക്ക് റവ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പതുക്കെ ചേർക്കുക. ഒപ്പം ഇളക്കി കൊടുക്കുക. കാരണം റവ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോഴേക്കും വേകും. അപ്പോൾ 2ാമത്തെ ഗ്ലാസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം നിർത്താണ്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. പിന്നെ ഇളക്കി നല്ലോണം ചേർക്കുക. സേമിയ റവയൊക്കെ നല്ലോണം മിക്സായിട്ട് വരണം. നമ്മുടെ റവയും ചേർക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇതിപ്പോൾ അടച്ച് വെച്ചില്ലെങ്കിൽ തന്നെ റവ നന്നായിട്ട് വെന്തു. തിളച്ച വെള്ളത്തിൽ നല്ലോണം വെന്തു. ഇനി നമുക്ക് കുറച്ച് നാളികേരം ചിരകി മുകളിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ റവയും കൂടിയിട്ടുള്ള ഉപ്മാവ് തയ്യാറായി. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നാളികേരം നേരത്തെ ചിരകി വെച്ചിരുന്നു, അത് നമുക്ക് മീതെ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ റവ ഉപ്മാവ് തയ്യാറായി. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.